അമേരിക്കയിൽ വീണ്ടും താൽക്കാലിക ഭരണസ്തംഭനം. 2026 ബജറ്റ് പാസാക്കാനുള്ള സമയപരിധി അവസാനിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക ഭരണസ്തംഭനത്തിലേക്ക് നീങ്ങിയത്. അതേസമയം അടുത്തയാഴ്ച ആദ്യം തന്നെ സെനറ്റ് പിന്തുണയുള്ള ഫണ്ടിംഗ് കരാറിന് സഭ അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ അടച്ചുപൂട്ടൽ താൽക്കാലികമാകുമെന്നാണ് സൂചന. അമേരിക്കയിൽ സർക്കാർ സംവിധാനങ്ങൾ സ്തംഭിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ബില്ലിന് സെനറ്റ് അംഗീകാരം നൽകി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ കാലാവധി അവസാനിച്ചതിനാൽ സാങ്കേതികമായി ഭരണസ്തംഭനം ആരംഭിച്ചുവെങ്കിലും തിങ്കളാഴ്ച ജനപ്രതിനിധി സഭ കൂടി ബില്ല് പാസാക്കുന്നതോടെ ഇതിന് പരിഹാരം ആകുമെന്നാണ് സൂചന. വൈറ്റ് ഹൌസും പ്രതിപക്ഷവും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഭൂരിഭാഗം സർക്കാർ വകുപ്പുകൾക്കും സെപ്റ്റംബർ വരെ പ്രവർത്തിക്കാനുള്ള പണം അനുവദിക്കാൻ ധാരണയായത്. മിനിയാപോളിസിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ 2 പേർ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് കുടിയേറ്റ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. ഇതേ തുടർന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പിനുള്ള ഫണ്ട് വെറും 2 ആഴ്ചത്തേക്ക് മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ഈ സമയം ഉപയോഗിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. രണ്ടാമതൊരു ഭരണസ്തംഭനം ഒഴിവാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ നീക്കത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഭരണസ്തംഭനം നീണ്ടുപോയാൽ പ്രതിരോധം, വിദ്യാഭ്യാസം, ഗതാഗതം തുടങ്ങിയ പ്രധാനമായ വകുപ്പുകളെ അത് സാരമായി ബാധിക്കുമായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച സഭ ചേരുന്നതോടെ സ്തംഭനം വേഗത്തിൽ അവസാനിക്കും എന്നത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. വരും ദിവസങ്ങളിൽ കുടിയേറ്റ വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കാനിരിക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാണ് എല്ലാ നേതാക്കളും ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.